ഒരു 30 വർഷത്തിനിടയിൽ കണ്ട UDFന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. പിന്നെ 2005 മുതൽ ഒരുപാട് വിഭാഗങ്ങൾ UDFനെ വിട്ടുപോയിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ അവരെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 90-95% പേര് തിരിച്ചു കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ വർക്ക്, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ എല്ലാ ബൈ ഇലക്ഷൻസിലും പാർലമെന്റ് ഇലക്ഷനിലും ലോക്കൽ ബോഡി ഇലക്ഷനിലും ഉണ്ടായ അത്യപൂർവമായ വിജയം, ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത വിജയം, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വിജയമാണ്. ഏത് കേഡർ പാർട്ടിയെ പോലും തോൽപ്പിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംഘടനാ മികവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും UDFന് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പുകളാണ് ഇതെല്ലാം. അതിന്റെ റിസൾട്ടാണ്, അതിന്റെ കണ്ടിന്യൂവേഷനാണ്, അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഞാനതിനെ രാഷ്ട്രീയമായി വിലയിരുത്തലാണ്. നിങ്ങൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഇത്ര വോട്ടിൽ ജയിക്കും, ഇത്ര സീറ്റ് കിട്ടും എന്ന് പറയുന്ന അതല്ലായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ്യത പോകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും പ്രവചനം നടത്തിയത് അത്ര അടിസ്ഥാനത്തിന്റെ പേരില്ല. വെറുതെ കൊട്ടക്കണക്ക് ഒരു തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പറഞ്ഞില്ല. ലോക്കൽ ബോഡിയിൽ ഞാൻ 4 കോർപ്പറേഷൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുകയായിരുന്നു. 4 കോർപ്പറേഷനോ UDF എന്ന് ചോദിച്ച് കളിയാക്കുകയായിരുന്നു. പക്ഷെ കിട്ടിയല്ലോ 4 കോർപ്പറേഷൻ. 7 ജില്ലാ പഞ്ചായത്ത് വേണമെങ്കിൽ 8-9 ജയിക്കാന്ന് പറയും. 8ാമത്തെ കാസർഗോഡ് 1 സീറ്റിനും 9ാമത്തെ തിരുവനന്തപുരത്ത് 2 സീറ്റുമാണ് പോയത്. അപ്പൊ അത് ആ കണക്കിന്റെ അടിത്തറ ഇതാണ്.